വീട്ടിലെ ലോക്കറിൽ കിടക്കുന്ന സ്വർണം വിൽക്കാതെ തന്നെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാമോ? സ്വർണ്ണവില റെക്കോർഡ് ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ കൈവശമുള്ള സ്വർണം എങ്ങനെ കൂടുതൽ പ്രയോജനപ്പെടുത്താമെന്ന ചർച്ചയും സജീവമാവുകയാണ്. ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. രാജ്യത്തെ സ്വർണ്ണ ആവശ്യകതയുടെ വലിയൊരു ഭാഗവും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. സ്വർണ്ണവില ഉയരുന്നതിനൊപ്പം ഇന്ത്യക്കാരുടെ കൈവശമുള്ള വലിയ സ്വർണ്ണശേഖരം എങ്ങനെ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താമെന്ന ചർച്ചയും ഇതോടൊപ്പം തന്നെ ശക്തമാവുകയാണ്. പഴയ സ്വർണം പുനരുപയോഗിക്കുന്നതും സ്വർണ്ണ സമ്പാദന പദ്ധതികളിലൂടെ അതിൽ നിന്ന് മൂല്യം നേടുന്നതും വീണ്ടും ചർച്ചയാകുന്നു. സ്വർണം വിൽക്കാതെ തന്നെ അതിൻ്റെ മൂല്യം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഗോൾഡ് മോണിറ്റൈസേഷൻ എന്ന സംവിധാനമാണ് പിന്നെയും ശ്രദ്ധ നേടുന്നത്. ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ സ്വർണ്ണ ശേഖരങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതിൻ്റെ വലിയൊരു ഭാഗവും വർഷങ്ങളായി ഉപയോഗിക്കാതെ സൂക്ഷിച്ചിരിക്കുന്നു. ഇത്തരം സ്വർണം പുനരുപയോഗിക്കുകയോ ധനസമ്പാദനത്തിനായി ഉപയോഗിക്കുകയോ ചെയ്യുന്നതിലൂടെ പുതിയ സ്വർണം വാങ്ങേണ്ടതിൻ്റെ ആവശ്യകത കുറയ്ക്കാൻ കഴിയും. സ്വർണത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് അതിൻ്റെ ഗുണനിലവാരം വലിയ തോതിൽ നഷ്ടപ്പെടാതെ തന്നെ പലതവണ പുനരുപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പഴയ ആഭരണങ്ങൾ പുതിയ ഡിസൈനുകളാക്കി മാറ്റുന്നതും എക്സ്ചേഞ്ച് ചെയ്യുന്നതും ഇത് വ്യാപകമാണ്. സ്വർണ്ണവില ഉയർന്നതോടെ ഈ രീതികളിലേക്ക് കൂടുതൽ ഉപഭോക്താക്കൾ മാറുന്നുണ്ട്. അതേസമയം സ്വർണം വിൽക്കാതെ തന്നെ അതിൽ നിന്ന് മൂല്യം നേടാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. സ്വർണ്ണ ധനസമ്പാദന പദ്ധതികളിലൂടെ വീട്ടിൽ ഉപയോഗിക്കാതെ സൂക്ഷിക്കുന്ന സ്വർണ്ണത്തെ സാമ്പത്തിക ആസ്തിയാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഭൗതിക സ്വർണ്ണത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളുമായും ഇലക്ട്രോണിക് ഗോൾഡ് രീതികളുമായും രസീതുകളുമായും ബന്ധിപ്പിക്കുന്ന രീതികൾ കൂടുതൽ ചർച്ചയാകുന്നു. സ്വർണം പുനരുപയോഗിക്കുന്നതിലൂടെ പുതിയ സ്വർണ്ണത്തിൻ്റെ ഇറക്കുമതി ആവശ്യകത കുറയ്ക്കാനും ഇന്ത്യയുടെ സ്വർണ്ണ സമ്പദ് വ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമാക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇത്തരം പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിന് മുന്നേ പദ്ധതിയുടെ ഔദ്യോഗിക നിബന്ധനകളും റിട്ടേണും സുരക്ഷയും നികുതി ബാധ്യതകളും കൃത്യമായി പരിശോധിക്കണം. അതായത് ലോക്കറിൽ വെറുതെ കിടക്കുന്ന സ്വർണം വിൽക്കാതെ തന്നെ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താനുള്ള വഴികൾ അങ്ങനെ സജീവ ചർച്ചയായി മാറുന്നു. ഇതിൻ്റെ മാർഗങ്ങളും പരിശോധിച്ച് സുരക്ഷിതമായി തന്നെ നിക്ഷേപിക്കാവുന്നതാണ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.